ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് നോമ്പ് 9ാമത്തെ വിശേഷങ്ങൾ കാണാം. ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മുടെ കടലക്കറി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നല്ല ഇവളുടെ ഒരു കടലക്കറിയും കൊണ്ടുവന്നില്ലേ, ഇവൾക്ക് എന്നും ഇതന്നെ ഉള്ളൂ എന്ന് വിചാരിക്കണില്ലേ മക്കളെ? നിങ്ങളൊക്കെ വിചാരിച്ചോളിയിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കടലക്കറിൻ്റെ വിശേഷങ്ങൾ. എന്താണെന്നറിയില്ല കേട്ടോ, അത് പ്രത്യേക ഇഷ്ടമാണ് ഇവിടെ, അതുകൊണ്ടാണ് ഈ കടലക്കറി ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. എന്താ പറയുക, ഇക്കാക്ക് അതുകൊണ്ട് വിട്ട് ഒരു കളിയില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, പിന്നെ നമ്മൾ കടലക്കറി തന്നെ എടുത്തുന്ന്. പിന്നെ ഈ നോമ്പ് തുറക്കുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി അതിന് ചട്നിയും നമ്മുടെ മുളക് ചട്നി, അതൊക്കെ ആ നേരത്ത് അതൊന്നും പോകില്ല. കാരണം നോമ്പ് തുറന്നതും കഴിക്കില്ലല്ലോ, നമ്മൾക്ക് ടൈം ആവുമല്ലോ. അപ്പോഴേക്കൊക്കെ ചട്നിയൊക്കെ ഒരുവിധം ഒരുമാതിരി ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഡെയിലി ഇറച്ചി വേണ്ടേ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ, ബീഫിൻ്റെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല അത്. ഇനിയിപ്പോൾ അത് നമുക്ക് നാളെ എന്തെങ്കിലും കാട്ടാം അങ്ങനെ വിചാരിച്ചിട്ട്. എന്നും ഇപ്പോൾ ഇറച്ചി വേണം പറഞ്ഞാലും നടക്കില്ലല്ലോ അല്ലേ. നോമ്പായ മിക്കവാറും അതന്നെ ആയിരിക്കും കേട്ടോ മക്കളെ. ഞാൻ പറയല്ലേ, വാങ്ങി പറഞ്ഞ ഒരു ദിവസം വാങ്ങിയാൽ ഞങ്ങളിപ്പോൾ ചെറിയ കുടുംബം തന്നെയല്ലേ, അതൊരു 2-3 ദിവസം 3-4 ദിവസം എങ്ങനെ ഉണ്ടാവും. ഞാൻ കുറച്ച് വെക്കും, ഡെയിലി വെക്കാറുമുണ്ട്. കാരണം ഒന്നിച്ച് വെച്ച് ചൂടാക്കി എന്തിനാ വേണ്ടിയിട്ട് പറ്റുന്നിടത്തോളം വെച്ചിട്ട് അങ്ങനെ കഴിക്കും. അപ്പം ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പം പിന്നെ ഇന്ന് ചിക്കൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം അതും കൂടി കഴിഞ്ഞിട്ട് വന്നിട്ട് മേടിക്കാമല്ലോ, പിന്നെ ഞാൻ ഫീസറിലൊക്കെ വെച്ചിട്ട് പോകണ്ടേ. അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ കടലക്കറീനെ എടുത്ത് കേട്ടോ. അങ്ങനെ കടലക്കറിയൊക്കെ ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 5 മണി 5:30 ആകാനായി. നല്ല മഴക്കാറൊക്കെ ഉണ്ട് പുറത്ത്. മഴ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി, അല്ലാണ്ട് മഴ പെയ്തൊന്നുമില്ല കേട്ടോ. നിലമൊക്കെ ഒരു തണുപ്പ്, മുറ്റത്തൊരു നനയാനുള്ളൊരു ഇതുമായി. പക്ഷേ തലേദിവസം നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ, നന്നായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു തണുപ്പൊക്കെ ആയി. പിന്നെ ഇപ്പോൾ എണ്ണക്കടി വേണ്ടിയിട്ട് പരിപ്പ് വട ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ്. പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് അരച്ച് വെച്ചിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നലെ മക്കളെ എലാക്കിൻ്റെ അവലും കഞ്ഞി പറഞ്ഞ പോലെ പറയാമല്ലോ. എന്താ പറയുക, കറണ്ട് പോയിട്ട് നോമ്പ് തുറക്കുന്ന ടൈമിൽ കറണ്ടില്ല, ജ്യൂസൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വെറും നന്നാരിയും കൊണ്ട് മാത്രമാണ് നോമ്പ് തുറന്നത്. ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയില്ല, കറണ്ട് എപ്പോൾ പോയതാണെന്നറിയോ, വന്നില്ല. അപ്പോൾ കറണ്ടിൻ്റെ പേടിച്ചുകൊണ്ട് ഞാൻ എന്ത് കാട്ടിയെന്നറിയോ, വേഗം പോയിട്ട് നമ്മുടെ അരയ്ക്കാനുള്ളതൊക്കെ അരച്ച് വെച്ചു. കടലയ്ക്കുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചു. പരിപ്പ് വടയ്ക്കുള്ള പരിപ്പ് അരച്ച് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിഞ്ഞിരിക്കണം, അതൊക്കെ റെഡിയാക്കി വെച്ചു. വെള്ളമൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. കാരണം വെള്ളമാണ് ആകെ വേണ്ടത്. എന്നാൽ ഇന്നൊക്കെ വർക്കിനും പോയിട്ടുണ്ട്. വർക്കിനൊക്കെ പോയിട്ട് വന്നാൽ എന്തായാലും വെള്ളം തന്നെ അന്ന് കുടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അത് നേരത്തെ കാലത്ത് ചെയ്ത് വെച്ചു. പിന്നെ പരിപ്പൊക്കെ അടിച്ച് വെച്ചതിലേക്ക് വലിയുള്ളിയും, പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അതിൽ ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. പിന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് അതൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ട് ചുട്ടെടുത്തു കേട്ടോ. ഉണ്ടോ, റെഡിയാക്കി വെച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് ജീരകക്കഞ്ഞി കിട്ടുമല്ലോ, അതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ കഞ്ഞി കൊണ്ടുവന്ന് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ അന്ന് കഞ്ഞി. അല്ലെങ്കിൽ കഞ്ഞി എപ്പോഴും ബാക്കിയാകാറാണ്. കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനൊരു 1/2 ഗ്ലാസ് കുടിച്ചു, അത്രയേ ഉള്ളൂ. വലിയ താല്പര്യമില്ല അതിനോട്. പിന്നെ എന്താ പറയുക, തരി കാച്ചൽ പറയുമല്ലോ, അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഒരു ഗ്ലാസ് കുടിക്കുന്നല്ലാതെ വലിയ താല്പര്യം വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇക്ക വന്നിട്ടില്ല. ഇക്കാക്ക് ഇന്നിപ്പോൾ നേരം വൈകുമെന്നാണ് തോന്നുന്നത്. എന്നാലും വാങ്ങിക്കൊടുക്കണം ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് വിളിച്ചപ്പോൾ. ഞാൻ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മനസ്സിലേക്കൊരു ഇതാണ്, ഇക്ക എത്തിയിട്ടുമില്ല, ഒരു ബേജാറിൽ ഇങ്ങനെ ഓരോ പണി ഇങ്ങനെ ചെയ്യും. ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എത്തുമോ എന്നൊക്കെ ആയിരിക്കും മനസ്സിലേക്ക്. അങ്ങനെ പിന്നെ ഇക്ക ആകുന്നതും വരാൻ നോക്കും. പണി തിരക്ക് കൂടുതലാണെങ്കിൽ മാത്രമാണ് അങ്ങനെ നേരം വൈകുള്ളൂ. പിന്നെ നമ്മുടെ അതൊക്കെ ആയി. എല്ലാം ടേബിളിൽ കൊണ്ട് വെച്ച് ഇഡ്ഡലി, കടലക്കറി, വട, ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസും നന്നായി കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാഹ് ഇക്കയൊക്കെ എത്തി, ഇക്കാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും മിക്കയും കുട്ടിയൊക്കെ കൂടി നോമ്പ് തുറന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ബായ്.